ഇന്ന് നമുക്ക് നമ്മുടെ വേദയുമൊത്ത് ഒരു സ്ഥലം വരെ പോയാലോ? പരതന്നൂരിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കേട്ടോ കൂട്ടുകാരെ. നമ്മൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാനായിട്ട് പോവുകയാണേ. ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ വീടിനടുത്ത് തന്നെയാണ് അവരുടെ ഓഫീസും. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടും റംബൂട്ടാനും മാത്രമല്ല കേട്ടോ, ധാരാളം പപ്പായയും വാഴക്കുലയും ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്കും അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാഭത്തിനൊക്കെ കിട്ടും. 40 രൂപയ്ക്കും 50 രൂപയ്ക്കും 140 രൂപയ്ക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് വാങ്ങാനായിട്ട്. അകത്തെന്തോ കോൺഫറൻസോ മീറ്റിങ്ങോ ഒക്കെ നടക്കുകയാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും പറയാനുള്ള, ഇവിടെ ധാരാളം പേർക്ക് ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തന്നെയുള്ള ഒരുപാട് പേര് ഇവിടെ ഈ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതോ അവിടെ റംബൂട്ടാനും ഇരിപ്പുണ്ട് കേട്ടോ. അതിനോടൊപ്പം ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഉണ്ട്. നമ്മുടെ വേദക്കുട്ടി ഇതെടുത്ത് നോക്കുകയാണ് സംഭവം എന്താണെന്നൊക്കെ. കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവൾക്കതൊന്നും ഓർമ്മയൊന്നുമില്ല. ചെറുതിലെയാണ്, ഇപ്പം അടുത്ത സീസണായി. അപ്പോൾ ഇനി അടുത്ത് കഴിക്കാൻ പോവുകയാണ്. അവൾ കഴിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ. ഇത് ഇവരുടെ വേറൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഉണക്കിയതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഉണക്കി ടിന്നിലാക്കി വെച്ചേക്കുകയാണ്. ഡ്രൈഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. പിന്നെ ഇതിന് എത്ര രൂപയാണെന്നൊന്നും ഞാൻ തിരക്കിയില്ല. പിന്നെ അടുത്ത പ്രോഡക്റ്റാണ് ഇത് സ്റ്റീവിയ ലീവ്സ് ആണ് കേട്ടോ. ഷുഗർ ഉള്ളവർ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഹണിയും ഒക്കെ ഉണ്ട്. എല്ലാം ഇവരുടെ സ്വന്തം പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഞങ്ങൾ അതിൽ നിന്നും കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി. പിന്നെ നമ്മുടെ വേദക്കുട്ടി അവിടെ ഇതെല്ലാം നോക്കി കണ്ടും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. ധാരാളം ആളുകൾ അറിഞ്ഞും കേട്ടും ഒക്കെ വന്ന് ഇവിടെ നിന്നും വാങ്ങുന്നും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നും വാങ്ങിയാൽ കുറച്ചുകൂടി ലാഭത്തിനൊക്കെ കിട്ടും കേട്ടോ കൂട്ടുകാരെ. ഇതൊക്കെ അവരുടെ പ്രോഡക്ട്സ് ഒക്കെയാണ് കേട്ടോ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയും ഒക്കെയാണ്. നമ്മൾ തിരികെ പോകാനായിട്ട് ഇറങ്ങി. കണ്ടോ, അതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളാണ്. കാണാനൊക്കെ മനോഹരമാണ്. ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകത്തില്ല. വേലിക്ക് മുകളിലൂടെ കാടൊക്കെ ആയപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനൊന്നും കഴിയില്ല കേട്ടോ കൂട്ടുകാരെ. മുൻപൊക്കെ കാണാനൊക്കെ മനോഹരമായിരുന്നു. പിന്നെ അവരുടെ വീടിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. ഇതാണ് അവരുടെ ഓഫീസ്, നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ വേദക്കുട്ടി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ചെടി കണ്ടോ, ഇതിൽ പൂവും കായും ഒക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ടുള്ള കളറൊക്കെ കാണുമ്പോൾ വാവ്, അതിമനോഹരമാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ തോന്നും. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും വീഡിയോസും ഷോർട്സും എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ഗൈസ്.